CPM പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2020 ബിനീഷ് കോടിയേരിയുടെ വീട്ടിലൊരു റെയ്ഡ് നടന്നപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു ആ സമയത്ത്. അന്നേരം അദ്ദേഹം പറഞ്ഞത് ഇതൊരു അവരുടെ പ്രശ്നമാണ്, ഇതിൽ നമ്മൾ ഇടപെടത്തില്ല, അവരുടെ എന്തൊക്കെ തെളിവുണ്ടെന്ന് അറിയില്ല എന്നൊക്കെയാണ്. എന്നാൽ ഇന്നലെ അദ്ദേഹത്തിന്റെ മകളുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു, ഇപ്പം പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ വീട്ടിലൊരു റെയ്ഡ് വന്നപ്പോൾ അത് പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണ്, പാർട്ടിക്കെതിരായി നടക്കുന്ന ഒരു പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് തമ്മിൽ എന്ത് വൈരുദ്ധ്യമാണ് ഇവിടെ നടക്കുന്നത്? ഇത് ഏറെ നാളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. കാരണം ബിനീഷ് കോടിയേരിക്കെതിരെ ഒരു മയക്കുമരുന്ന് കേസ് വരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു. ഈ സമയത്താണ് വീട്ടിലെ റെയ്ഡ് നടക്കുന്നതും മറ്റു പരിശോധനകളെല്ലാം നടക്കുന്നത്. അന്ന് പിണറായി വിജയൻ എടുത്ത നിലപാടെന്ന് പറയുന്നത് ഇത് പാർട്ടിയുമായി യാതൊരു ബന്ധമില്ല, കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായ കേസാണ്, അതിൽ പാർട്ടി ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാടാണ് എടുത്തത്. പക്ഷെ പിന്നീട് അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ നിരവധി ആരോപണങ്ങൾ വന്നു. അന്ന് ഈ നിലപാടല്ല CPM സ്വീകരിച്ചത്. കാരണം പിണറായി വിജയനാണ് ഇപ്പോഴത്തെ CPM. പിണറായി വിജയൻ വിചാരിക്കുന്നതാണ് CPM ൽ നടക്കുന്നത്. പിണറായി വിജയൻ പറയുന്നു ഇത് പാർട്ടിയുടെ വിഷയമാണെന്ന് പറഞ്ഞാൽ അത് പാർട്ടിയുടെ വിഷയം, അത് ഏറ്റെടുക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ CPM തന്നെ. കാരണം അത്രയ്ക്ക് മാത്രം പിണറായി വിജയൻ കൈപ്പിടിയിൽ വെച്ചിരിക്കുന്ന ഒരു പാർട്ടി സംവിധാനമായി CPM മാറി. അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഇന്നലെ തെരുവിൽ കണ്ടത്. കാരണം പരിശോധന ഇത് ആദ്യമായിട്ടല്ല കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ ED പരിശോധന നടത്തുന്നത്. അന്നൊന്നും ഇല്ലാത്തൊരു പ്രതികരണമാണ് ഇന്നുണ്ടായത്. ആ പ്രതികരണം ഇന്നലെ തെരുവിൽ കണ്ടത്. കാരണം ഒരു ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനം പൂർണ്ണമായി ആക്രമിക്കപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ ബംഗാളിൽ തൃണമൂൽ ഭരണകാലത്ത് കണ്ടതാണ്. ഇന്ന് അതിനുശേഷം നമ്മൾ ഈ കാഴ്ച കേരളത്തിലും കാണുക എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനമുണ്ട്. കാരണം അത് പിണറായി വിജയനെതിരെയാണ് പരിശോധന നടന്നത്. അപ്പൊ പിണറായി വിജയനെതിരെ പരിശോധന നടക്കുമ്പോൾ പാർട്ടിക്കാർ ഇങ്ങനെ തന്നെ പ്രതികരിക്കണം എന്നൊരു സംഭവം പിണറായി വിജയൻ പാർട്ടിക്കുള്ളിൽ നിർമ്മിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് കണ്ടത്. പാർട്ടി എന്ത് ചിന്തിക്കണം, പാർട്ടി എന്ത് പ്രവർത്തിക്കണമെന്ന് പിണറായി വിജയൻ മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ CPM ഉള്ളത്. അതുകൊണ്ടാണ് ഈ പ്രതികരണങ്ങളെല്ലാം വരുന്നതും. കോടിയേരിയുടെ മകനും ലഭിക്കാത്ത സംരക്ഷണം പിണറായിക്കും മകൾക്കും ലഭിക്കുന്നതും അതുകൊണ്ടാണ്. കോടിയേരി ബാലകൃഷ്ണൻ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ മോനെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നപ്പം പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി. പക്ഷെ ഇന്ന് പിണറായി വിജയനെതിരെ മകൾക്കെതിരെ വന്നപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതം. പക്ഷെ ഒന്ന് പാർട്ടിക്കെതിരെ മാറി നിൽക്കാനോ ഇതിനെ സഹകരിക്കാനോ അത് പോട്ടെ. ഇന്നലെ നടന്ന ആ തെരുവ് യുദ്ധത്തിന് അങ്ങനെ വേണ്ട, തൻ്റെ മടിക്കുത്തിൽ ഭയമില്ലാത്തവനെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ നടന്ന യുദ്ധത്തിനെതിരെ പാർട്ടിക്കെതിരെ സംസാരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. അപ്പൊ ഈ രണ്ട് പാർട്ടി നേതാക്കൾ തമ്മിലുള്ള ഒരു വ്യത്യാസമല്ല ഇവിടെ കാണുന്നത്. അത് ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനോട് മാറി നിൽക്കണം എന്ന് പറയാൻ മാത്രം ധൈര്യമുള്ള ആരാണ് CPM ലുള്ളത്? അങ്ങനെ ഒരാളില്ല. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെതിരെ ഈ ആരോപണം വരുമ്പോൾ തെരുവിൽ നിൽക്കുകയും വീടിന്റെ മുന്നിൽ ചെന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരുടെ എണ്ണം കൂടുന്നത് അതുകൊണ്ടാണ്. ഭയപ്പെടുത്തി എല്ലാവരെയും ഒപ്പം നിർത്തിയിരിക്കുകയാണ് പിണറായി വിജയനെതിരെ സംസാരിക്കാൻ ആളില്ല. പിണറായി വിജയന്റെ മകൾക്കെതിരെ റെയ്ഡ് നടത്തിയാൽ അതിനെ അനുകൂലിച്ച് സംസാരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനു ഭയക്കണം, നിങ്ങൾ എന്തിന് ED റെയ്ഡിനെ ഭയക്കണം എന്ന് മറ്റേ ഊരിപ്പിടിച്ച വാളുമായി നിന്ന പിണറായി വിജയൻ എന്തിനാണ് പാർട്ടി പ്രവർത്തകരെ എല്ലാം ഇതിന് വീടിന് മുന്നിലെത്തിച്ച് ഈ പ്രതിഷേധങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് എന്ന് പറയാൻ മാത്രം CPM ൽ ആരുമില്ല. CPM ലെല്ലാം ഇപ്പൊ പിണറായി വിജയനാണ്. പിണറായി വിജയനെതിരെ സംസാരിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഈ കാഴ്ചകളെല്ലാം കാണേണ്ടി വരുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ ശൈലി അങ്ങനെ അല്ലായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ എല്ലാവരെയും ഒപ്പം നിർത്തുന്ന നേതാവായിരുന്നു, സൗമ്യനായ നേതാവായിരുന്നു, പ്രതികരണം അങ്ങനെയായിരുന്നു. നമ്മൾ വേറൊരു കാര്യം കൂടി ആലോചിക്കണം. ബിനീഷ് കോടിയേരി CPM ന്റെ അംഗമായിരുന്നു. നമ്മൾ മുമ്പ് കണ്ടതാണ്. SFI നേതൃത്വത്തിലെല്ലാം തിരുവനന്തപുരത്ത് സമരത്തിനും എല്ലാം മുന്നിൽ കണ്ടിരുന്ന നേതാവാണ്. AKG സെന്റ് ബ്രാഞ്ചിലെ അംഗവുമായിരുന്നു. മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട സമയത്ത് അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം മയക്കുമരുന്ന് കേസിൽ നിന്ന് കുറ്റവിമുക്തനായി പുറത്തു വന്നതിന് ശേഷം 4 തവണയാണ് പാർട്ടിയോട് ആവശ്യപ്പെട്ടത് ഈ മെമ്പർഷിപ്പ് എങ്കിലും ഒന്ന് പുനഃസ്ഥാപിച്ച് തരണമെന്ന്. ഇതുവരെ ഒരു നിലപാടും സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറി 4 തവണ സംസ്ഥാന നേതൃത്വത്തിന് രേഖാമൂലം കത്ത് നൽകി ബിനീഷ് കോടിയേരിയുടെ അംഗത്വത്തെക്കുറിച്ച് പുനഃപരിശോധിക്കണമെന്ന്. അതിലും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ്? പിണറായി വിജയൻ അത് തീരുമാനിച്ചിട്ടില്ല, അതാണ് കാര്യം. പക്ഷെ നമ്മൾ ഇന്നലെ കണ്ട ഒരു കാഴ്ചയുണ്ടായിരുന്നു. ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിക്കുമ്പോൾ അവരെ തടയാൻ തെരുവിൽ ബിനീഷ് കോടിയേരി ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2 നേതാക്കളും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ഈ പ്രകടനങ്ങളും തെരുവിലും കണ്ടത്. ബിനീഷ് കോടിയേരി ഇപ്പം ഇതിൽ ഇറങ്ങിയായിരുന്നല്ലോ, കുറെ മുതിർന്ന നേതാക്കളും ഇറങ്ങി. അപ്പൊ ബിനീഷ് കോടിയേരി പറഞ്ഞിരുന്ന ഒരു വാക്കെന്ന് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിലും ഇത് തന്നെ നടക്കുമെന്നാണ്. പക്ഷെ അന്ന് പാർട്ടിയെയാണ് അദ്ദേഹം വില കൽപ്പിച്ചത്. അതായത് തന്റെ മകന്റെ കേസിൽ പാർട്ടി ഇടപെടണ്ട, അത് തന്റെ കേസാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും പാർട്ടിയിൽ ഈ ഒരു പ്രശ്നത്തിൽ ഈ തെരുവിൽ ഇറങ്ങാൻ അദ്ദേഹം കാണുമായിരുന്നു.
അല്ല, അത് സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം താൻ മൂലം പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് കരുതി തന്നെയാണ് അദ്ദേഹം അനാരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞാണെങ്കിലും മകനെതിരെ ഒരു മയക്കുമരുന്ന് കേസ് വന്നപ്പോൾ മാറി നിൽക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പിണറായി വിജയനെതിരെ ED റെയ്ഡ് നടക്കുമ്പോൾ പ്രതിഷേധിക്കാൻ MP ഗോവിന്ദനെ പോലെ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടാവും. കാരണം പാർട്ടിയുമാണ് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് കോടിയേരി, പാർട്ടിയാണ് കോടിയേരി. അപ്പൊ അത്രയും അതുകൊണ്ട് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം പോലും ഏറെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും അതൊന്നും പുറത്തു പറയാതെ മുന്നോട്ട് പോകുന്നത്. ബിനീഷ് കോടിയേരിയോട് ഇപ്പോഴും മെമ്പർഷിപ്പിന് ചോദിച്ചാൽ അത് പാർട്ടി തീരുമാനം എടുക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കോടിയേരി അന്തരിച്ചപ്പോൾ അർഹമായ ഒരു യാത്രയപ്പാണ് നൽകിയത് എന്നുള്ളതിലും എതിരഭിപ്രായമുണ്ട്. പക്ഷെ അവരതൊന്നും തുറന്നു പറയുന്നില്ല. കാരണം അവർക്കെല്ലാം പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കണം. അത് കോടിയേരി ഉണ്ടായിരുന്നെങ്കിലും പ്രതിഷേധത്തിനുണ്ടാകുമായിരുന്നു. ചിലപ്പോൾ ഈ അക്രമവും ഇത്ര അഗ്രസീവായ കാര്യങ്ങൾ പോകുമോ എന്നുള്ളതിൽ നമുക്ക് ചിന്തിക്കണം. കാരണം കോടിയേരി എല്ലാവരെയും അനുനയിപ്പിക്കുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിഷേധിക്കാൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ശൈലി അനുസരിച്ച്. ഇന്നലെ ED ഓഫീസേഴ്സിനെതിരെ നടന്ന സംഭവം, അതായത് നമ്മൾ സാക്ഷരത കേരളം എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനം കൊള്ളും നമ്മുടെ കേരളത്തിലാണ് നടന്നത്. ചേട്ടൻ പറഞ്ഞ പോലെ ബംഗാളിലൊക്കെ നടന്ന പോലെ ഒരു സംഭവം. അപ്പം അതിൽ ഇപ്പൊ അറസ്റ്റിലായി 7 പേരായി, അതും ചെറുപ്പക്കാരും മിക്കവരും സംഭവം. അപ്പൊ ഇവർക്ക് ഇവരുടെ ഭാവി എന്തെന്നുള്ള ചിന്തയില്ല, പാർട്ടിയാണ് വലുതെന്നുള്ള ഒറ്റ ചിന്ത മാത്രം. അല്ല, പാർട്ടി സംവിധാനത്തിൽ കേഡർ സംവിധാനത്തിൽ CPM രൂപീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് അണികൾ ആവേശത്തോടെ രംഗത്തിറങ്ങുന്നത്. കാരണം എന്ത് വന്നാലും സംരക്ഷിക്കാൻ പാർട്ടിയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് പാർട്ടി അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ കേസിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഇതിൽ ചുമത്തിയിരിക്കുന്ന വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കേന്ദ്ര ഉദ്യോഗസ്ഥരെയാണ് ആക്രമിച്ചത്. അതിപ്പോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിൽ ഗൗരവമായ ഒരു കണ്ടെത്തൽ ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. കാരണം ആസൂത്രിതമായി CPM റെയ്ഡ് തടസ്സപ്പെടുത്താൻ അക്രമം നടത്തിയെന്നാണ് കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. ഇത് വളരെ ഗൗരവകരമായ ഒരു വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM പ്രവർത്തകരെ പെട്ടെന്ന് പാർട്ടി ഓഫീസിലേക്ക് മാറ്റിയതും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാതിരിക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയതും. ഇത് കൈവിട്ടു പോകുന്നു എന്നുള്ള ഘട്ടം മാറിയപ്പോഴാണ് 7 പേരെ പാർട്ടി തന്നെ ആയിരിക്കാം സറണ്ടർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുള്ളത്. കാരണം ഇതിൽ ഇനിയും കൂടുതൽ കേസുകൾ വരും, കൂടുതൽ പേരെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും കാരണം ഇതെല്ലാം ദൃശ്യങ്ങളല്ലേ, ഇതെല്ലാം ലൈവായി കാണുകയല്ലേ. ഇതൊക്കെ ആക്രമിച്ചത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 മുൻ കൗൺസിലർമാർ CPM-ന്റെ അവർ മുന്നിൽ നിന്നാണ് ഈ ED ഉദ്യോഗസ്ഥരെ എല്ലാം അറസ്റ്റ് ചെയ്ത് അവരുടെ വീടുകളിലെല്ലാം റെയ്ഡ് നടന്നു, അവരെ പിടിക്കാൻ വേണ്ടി നടക്കുന്നു, അവരെല്ലാം ഒളിവിലാണ്. ഈ കേസ് എന്ന് പറഞ്ഞാൽ ഈ കേസ് നടത്താൻ CPM ഏറെ ബുദ്ധിമുട്ടും. നമ്മുടെ പണ്ടുള്ളത് പറയുന്ന പോലെ CPM വീണ്ടും ബക്കറ്റും എടുത്ത് തെരുവിൽ ഇറങ്ങേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ ഈ സംരക്ഷണം കൊടുക്കും എന്ന് പാർട്ടി സംരക്ഷിക്കും, എന്ത് പറ്റിയാലും പാർട്ടി സംരക്ഷിക്കും എന്ന് പറഞ്ഞാണ് എപ്പോഴും തെരുവിൽ ഇറങ്ങുന്നത്. നമ്മളിത് നേരത്തെ കണ്ടതാണ്. ഗവർണറെ തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറച്ച് SFI-ക്കാരെ കൊല്ലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. അവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ ഗൗരവകരമായ വകുപ്പുകളായിരുന്നു. അവരുടെ ഭാവിക്ക് ആര് ഉത്തരം പറയുമെന്ന് ആരും ഉത്തരവില്ല. കേസ് നടക്കും, CPM ചിലപ്പോൾ ജാമ്യത്തിൽ ഇറക്കുമായിരിക്കും. അവർക്ക് ഇനി ഒരു തൊഴിലിൽ നടക്കാൻ, അവർക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ, വിദേശത്ത് പോകാൻ, പാസ്പോർട്ട് എടുക്കാൻ, ഇത് വലിയ കടമ്പകളാണുള്ളത്. തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട എന്നല്ല, അക്രമ സമരങ്ങൾ അവസാനിപ്പിക്കും, നിങ്ങൾ ജനാധിപത്യപരമായി പ്രതിഷേധിക്കൂ എന്നാണ് പറയേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു ഭരണകൂടത്തിനെതിരെ ഒരു പ്രതിഷേധവും പാടില്ല എന്നുള്ളതല്ല, അക്രമ സമരങ്ങൾ നിർത്തൂ, സ്വന്തം കാര്യം കൂടി ചിന്തിക്കൂ. കാരണം പിണറായി വിജയന്റെ മകനോ ഈ തെരുവിൽ ഇറങ്ങി സമരം ചെയ്യാൻ ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ല. അപ്പൊ ആ മകൾക്കെതിരെ വന്ന കേസിന്റെ പേരിലാണ് ഇത്രയും പേര് പ്രതി ചേർത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വിചാരവും ഈ പ്രതിഷേധിക്കാൻ പോണവർക്കും ഉണ്ടാവണം. കാരണം അവർക്ക് കേസ് നടത്തുക എന്ന് പറയുന്നത് പാർട്ടി ചിലപ്പോൾ ജാമ്യത്തിൽ ഇറക്കുമായിരിക്കും, പിന്നീട് എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്ത കൂടി വേണം.